നമസ്കാരം. ഫുട്ബോൾ പ്യൂർ എക്സ്ട്രയുടെ പുതിയൊരു ചാനലാണിത്. സോ നമ്മുടെ ഒരു സെക്കൻഡ് ചാനലാണ്. ഇതിൽ ഇനിയും കൂടുതൽ വീഡിയോസ് വരുന്നതാണ്. നമ്മുടെ മറ്റേ മെയിൻ ചാനലിൽ നമ്മൾ കൂടുതലായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ബട്ട് ഒരേ ദിവസം തന്നെ 2-3 കണ്ടന്റ്സ് ഇടേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ ഈ ചാനലിൽ മറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തതാണ്. സോ ഓൾറെഡി നമ്മുടെ മഡ്രിഡ് ഡെർബിയുടെ റിവ്യൂ ആണ് നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. സോ ഇത് പ്രീമിയർ ലീഗിലുള്ള മാച്ചുകളുടെ റിവ്യൂ ആണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ കൂടുതൽ ടാക്ടിക്കൽ അനാലിസിസുകളും മറ്റുമൊക്കെ ഈ ചാനലിലും വരുന്നതാണ്. സോ നമ്മൾ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ഓൾറെഡി നമ്മൾ മഡ്രിഡ് ഡെർബി ചെയ്തിട്ടുണ്ട്. പ്രീമിയർ ലീഗ് മാച്ചുകളിലെ ഇന്നലത്തെ മാച്ചുകളിൽ ഏതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നതാണ്. സോ നമുക്ക് നേരെ ഫസ്റ്റ് തന്നെ ലിവർപൂൾ മാച്ചിൽ നിന്ന് തുടങ്ങാം. സോ ലിവർപൂൾ സീസണിലെ ഫസ്റ്റ് തോൽവി വഴങ്ങിയിരിക്കുകയാണ് ഓൾ കോമ്പറ്റീഷൻ. നേരെ ഊനോ റിവേഴ്സ് കാർഡ് ഇവിടെ അടിച്ചിരിക്കുകയാണ് അല്ലേ. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലിവർപൂൾ ഈ സീസണിലെ എല്ലാ മാച്ചുകളിലും ലാസ്റ്റ് മൊമെന്റ്സിലാണ് പല മാച്ചുകളിലും വിക്ടറീസ് എടുത്തുകൊണ്ട് വന്നത് അല്ലേ. പക്ഷെ ഈ തവണ നേരെ തിരിച്ച് എനിക്കെത്തിയ ആഡ് ഓൺ ടൈമിൽ സെക്കൻഡ് ഹാഫിൽ ആ ഒരു വിന്നർ ഗോൾ അടിച്ച് 2-1 ഒരു വിക്ടറി ക്രിസ്റ്റൽ പാലസിനെ നേടിക്കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാറ്റ്സ് കാണാം. 28% പൊസഷൻ വെച്ചുകൊണ്ട് XG കൂടുതൽ ക്രിയേറ്റ് ചെയ്തു. അവർ 7 ബിഗ് ചാൻസുകളാണ് നമ്മൾ നോക്കാനായിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അല്ല 5 മിസ് ചെയ്യുകയും ചെയ്തു. അപ്പുറത്ത് ലിവർപൂൾ 6 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് 5 ലിവർപൂൾ മിസ് ചെയ്തു. അതിനെടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ലിവർപൂൾ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. ഇന്നലെ ഫ്ലോറിയം വിച്ചിനെ ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തത്. സബോസ്ലൈൻ നമ്പർ 10 റോളിലും കെർക്കസിനെ ഉപയോഗിച്ച് പിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ടാണ് നോക്കിയത്. ബട്ട് അപ്പുറത്ത് സെക്കൻഡ് ഹാഫിലോട്ടായപ്പോൾ കോണർ ബ്രാഡ്ലിനെ മാറ്റിയിട്ട് സബോസ്ലൈൻ അങ്ങോട്ട് പോവുകയും ഗ്യാക്പോനെ ഇറക്കുകയും ഫ്ലോറിയം വിച്ച് ആ നമ്പർ 10 റോളിലോട്ട് മാറുന്നത് നമ്മൾ കണ്ടു. ആൻഡ് ലിവർപൂൾ കുറച്ചുകൂടി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫ് ഐ തിങ്ക് കംപ്ലീറ്റ് എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ലിവർപൂളും ചാൻസ് കിട്ടി. ബട്ട് ദ ബെസ്റ്റ് ടീം വാസ് ക്രിസ്റ്റൽ പാലസ്. ത്രൂ ഔട്ട് ദ മാച്ച് നമ്മൾ ക്രിസ്റ്റൽ പാലസ് ഗ്ലാസ് തന്നെ ക്രിസ്റ്റൽ പാലസിന് മാർക്ക് കൊടുത്തേ പറ്റും. കാരണം ഇന്നലെ അലിസന്റെ മികച്ച സേവുകൾ ഇല്ലായിരുന്നെങ്കിൽ ലിവർപൂളിനെ ഫസ്റ്റ് ഹാഫ് തന്നെ കില്ല് ചെയ്ത് തന്നെ ക്രിസ്റ്റൽ പാലസ് അമ്മാതിരി ചാൻസുകളുണ്ട്. അപ്പുറത്ത് ഹെൻഡർസന്റെ മികച്ച സേവുകൾ വന്നു. ക്രിസ്റ്റൽ പാലസിനെ കളിയിൽ കീപ്പ് ചെയ്തത് ഹെൻഡർസൺ ആണെന്ന് തന്നെ പറയേണ്ടി വരും. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ പല മൊമെന്റ്സിലും നമ്മൾ കണ്ടു ക്രിസ്റ്റൽ പാലസ് ആണ് ലീഡ് എടുക്കുന്നത്. അതും അസിസ്റ്റ് ചെയ്യുന്ന ആരാണ്? ഗെയ്യാണ്. സോ ഗെയ്യുടെ അസിസ്റ്റിൽ നമ്മൾ കണ്ടു സാറ് ഫിനിഷ് ചെയ്ത് 1-0 ലീഡ് എടുക്കുകയാണ്. സാറ് ലിവർപൂളിന്റെ അഗെയിൻസ്റ്റ് എപ്പോഴും പെർഫോമൻസ് അപ്പ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. അതുപോലെ തന്നെയാണ് ഇപ്പം ലിവർപൂൾ ഈക്വലൈസർ ഗോൾ സ്കോർ ചെയ്തതിൽ ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ട്. അവിടെ സാലയുടെ കയ്യിൽ തൊട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കിയേസയുടെ ആ ഒരു ഗോളിൽ. പക്ഷെ അത് കൺക്ലൂസീവ് എവിഡൻസ് ഇല്ല അത് കയ്യിൽ കൊണ്ടു എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് അത് ഓവർടേൺ ചെയ്യാനത് എന്നാണ് പിന്നീട് വന്നത്. സോ ആ റീപ്ലേ കാണുമ്പോൾ പോസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴാണ് കൈയിന്റെ പരിസരത്ത് വഴി പോകുന്നവർ പക്ഷേ കൈ കൊണ്ടു എന്നുള്ളതിന് ക്ലിയർ എവിഡൻസ് കിട്ടിയിട്ടില്ല. മേ ബി അവിടെ റൂളിൽ എന്താണ് മാറ്റം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്, അല്ലെ പുതിയ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട വരുമായിരിക്കാം. ഐ തിങ്ക് ക്രിസ്റ്റൽ പാലസ് വിൽ ബി ഫീലിംഗ് അൺലക്കി അവിടെ. അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടു ആ ലാസ്റ്റ് മൊമെന്റ് ലിങ്ക് ഇപ്പം കാണാം. ലിവർപൂൾ കൺസീഡ് ചെയ്ത ഗോള് സെക്കൻഡ് ഗോൾ കൺസീഡ് ചെയ്ത ത്രോയിലൂടെയാണ്. ഒരു ത്രോ വരുന്നു അവിടെ ബാക്ക് പോസ്റ്റിൽ എനിക്കെത്തി അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. എനിക്കെത്തി അവിടെ ഫിനിഷ് ചെയ്യുകയാണ്. സോ ലിവർപൂളിന്റെ ഈ ഒരു സീസണിൽ റെസ്റ്റ് ഡിഫൻസ് ഷേപ്പിൽ ധാരാളം ഇഷ്യൂസ് ഉണ്ട്. അത് ഞാനാണെങ്കിൽ കഴിഞ്ഞ മാച്ചുകളിൽ എല്ലാ ഇവൻ എവർട്ടൺ മാച്ചിന്റെ സമയത്ത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്താണ്. എവർട്ടൺ വിത്ത് ദ ബോൾ കൂടുതൽ ക്യാപിറ്റലൈസ് ചെയ്തില്ല. അതുപോലെ ലിവർപൂളിന് അഗേൻസ്റ്റ് അധികം എക്സ്പോസ്ഡ് ആക്കിയില്ല. പക്ഷെ കൊള്ളാവുന്ന ടീമുകൾ അഗേൻസ്റ്റ് വരുമ്പോഴേക്കും മേ ബി അത് ബാക്ക് ഫയർ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാണ്. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. കാരണം റെസ്റ്റ് ഡിഫൻസ് ഷേപ്പ് ലിവർപൂളിൽ ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ് ലിവർപൂളിലോട്ട് വരുമ്പോഴേക്കും ലിവർപൂൾ ഭയങ്കര സ്ലോപ്പിയാണ് ഈ സീസൺ. ലിവർപൂളിന്റെ പാസിംഗ് ഇപ്പം ലിവർപൂൾ ഓൺ ദ ബോൾ കൊണാട്ടെ ഗോണ്ടേക്കൊക്കെ പോലത്തെ ടോപ്പ് ക്ലാസ് CBസും മിഡ്ഫീൽഡും മക്കലിസൺ ഗ്രാംബർഗും സബോസ്ലയൊക്കെ മോൺസ്റ്റേഴ്സ് ആണ്. പക്ഷെ ഭയങ്കര സ്ലോപ്പിയാണ് അവർ പാസ് ചെയ്യുന്ന കാര്യത്തിൽ. ആ ടീംമേറ്റ്സിനിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എസ്പെഷ്യലി ഫൈനൽ തേർഡിലോട്ട് എത്തുമ്പം ലിവർപൂളിൽ ലാക്ക് ചെയ്യുന്നുണ്ട്. ധാരാളം മിസ് പാസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു അൺലൈക്ക് അർണെ സ്ലോട്ട് സൈഡ് പോലെയാണ് പലപ്പോഴും ഫൈനൽ തേർഡിൽ ചില സമയത്ത് ഓപ്പറേഷൻ നമുക്ക് തോന്നുന്നത്. അതായത് ഇതിന്റെ പൊസഷൻ ഡോമിനേറ്റ് ചെയ്യുമെങ്കിലും ഫൈനൽ തേർഡിൽ കൺഫ്യൂഷൻ ആണ് പ്ലേയേഴ്സിനിടയിൽ. സോ അത് ഇന്നലെയും വിസിബിൾ ആയിരുന്നു. പക്ഷെ ലിവർപൂളിന് ചാൻസുകൾ ഉണ്ടായിരുന്നു, കൺവേർട്ട് ചെയ്തില്ല. ആൻഡ് ലിവർപൂൾ അപ്കമിംഗ് മാച്ചുകൾ ഐ തിങ്ക് ദേ വിൽ സ്റ്റെപ്പ് അപ്പ്. ഗ്യാരറ്റസറയാണ് വരുന്നത്, അത് കഴിഞ്ഞ് ചെൽസിയാണ് വരുന്നത്. ഐ തിങ്ക് ദേ വിൽ സ്റ്റെപ്പ് അപ്പ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രാവശ്യം നേരെ തിരിച്ചു കിട്ടി. ഗ്ലാസ്നറിന്റെ ക്രിസ്റ്റൽ പാലസ് ഒരു ഈസി സൈഡേ അല്ല, അവർ സെക്കൻഡ് ഇൻ ദ ലീഗാണ്. ആൻഡ് ആസ് തിങ്സ് ഗോസ് ലിവർപൂള് ഇംപ്രൂവ് ആയില്ലെങ്കിൽ ആ സീസണിൽ നമ്മളാണ് നോട്ടിംഗമിനോടുള്ള ഒരു തോൽവിക്ക് ശേഷമാണ് അവർ ഒരു 1.5 റണ്ണ് പോയത്. ടീം മാസീവ്ലി ഇംപ്രൂവ് ആയി. ലിവർപൂൾ മാസീവ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സോ മേ ബി ഈ ലോസ് അതാവട്ടെ. ആൻഡ് അപ്പ് ഫ്രണ്ട് ഐ തിങ്ക് ഫ്ലോറിയം വിച്ചിന്റെ പൊസിഷന്റെ കാര്യത്തിലാണെങ്കിലും സബോസ്ലൈ മിഡ്ഫീൽഡർ ആണോ റൈറ്റ് ബാക്ക് ആണോ എന്നുള്ള കാര്യം സോർട്ട് ഔട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മേ ബി സെന്റർ ഫോർവേഡ് ഇസാക്ക് ഒന്ന് അഡാപ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഇംപ്രൂവ്മെന്റ്സ് വരേണ്ടതുണ്ട്. സോ ലെറ്റ്സ് സീ. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആ ടീമിന്റെ ബാലൻസിൽ. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ മാച്ചിലുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. അവിടെ നമ്മൾ നേരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച് ഒന്ന് ടച്ച് ചെയ്യണം. സോ ഐ തിങ്ക് അമോറിയം സാക്ക് വാങ്ങിക്കാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ലൈനപ്പ് കാണാം, ഒരു മാറ്റവും ഇല്ല. ഉഗാർട്ടയോടൊപ്പം ബ്രൂണോ ഫെർണാണ്ടസ് വീണ്ടും
അവരുടെ 200 മില്യൺ ഫ്രണ്ട് ത്രീ ആണ് ഇന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നു കുൻഹ, എംബൂമോ, ഷെഷ്കോ ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാച്ചിൽ. ആൻഡ് എനിക്ക് എടുത്ത് ചോദിക്കാനുള്ള കാര്യം ബ്രോ, വീണ്ടും എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു യുണൈറ്റഡ് ഫാൻ അല്ല, പക്ഷെ എന്നാലും കാണുന്ന നമുക്കും എന്നെ ചൊറിച്ചിൽ വരുന്നുണ്ട്. കാരണം ഈ സീസണിലെ എല്ലാ മാച്ചിലും പറയുന്ന ഒരു കാര്യമാണ്, യു ക്യാനോട്ട് ക്രിയേറ്റ് ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി വിത്ത് ബ്രൂണോ ഫെർണാണ്ടസ് ആൻഡ് ഉഗാർട്ടെ ഇൻ ദ മിഡ്ഫീൽഡ്. ബ്രോ, നിങ്ങൾ പാട്രിക് ഡോർഗുവിനെ പുഷ് ചെയ്യുന്നു, ഡിയാഗോ ഡാലോട്ടിനെ പുഷ് ചെയ്യുന്നു, നിങ്ങളുടെ ഫ്രണ്ട് ത്രീ മൂന്നും പുഷ് ചെയ്യാണ്. ബ്രൂണോ ഫെർണാണ്ടസിന്റെ നാച്ചുറൽ ഇന്റന്റ് കയറി പോകണം, ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആണ്. ഉഗാർട്ടെ ഈസ് ഐസൊലേറ്റഡ് ബ്രോ. ലൂക്ഷോ ആണെങ്കിലും മത്തേസ് ഡിലേറ്റ് ആണെങ്കിലും ഹാരി മഗ്വയർ ആണെങ്കിലും അവരൊന്നും മിഡ്ഫീൽഡോട് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ബാക്കിൽ കളിക്കുന്ന റോഡ്രി അല്ല. ഓക്കെ, റോഡ്രി ഫ്രാങ്കി ഡിയോങ് സെന്റർ ബാക്ക് ഡ്യൂ അല്ല കളിക്കുന്നത്. അഥവാ നിങ്ങളുടെ ബാക്ക് ത്രീ എന്ന് പറയുന്നത് റോഡ്രിയും ഫ്രാങ്കി ഡിയോങ്ങും സബോസ്ലായും അല്ല. ഓക്കെ, ബാക്ക് ത്രീ കളിക്കുന്നത് ഡിലിറ്റും ഹാരി മഗ്വയറും ലൂക്ഷോ ആണ്. അവർ ഉഗാർട്ടേനെ ഐസൊലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മിഡ്ഫീൽഡിലോട്ട് എന്നാ ഡിലിറ്റിനും മഗ്വയറും അങ്ങോട്ട് കയറിയിട്ട് തന്നെ അവരങ്ങോട്ട് റോഡ്രി കളിക്കുന്ന പോലെ അങ്ങോട്ട് ഗെയിം ഡിക്റ്റേറ്റ് ചെയ്യുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയാണ് റൂബൻ അമോറിയം പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഐ വിൽ സേ റൂബൻ അമോറിയെക്കാളും ബെറ്റർ ആണ് നമ്മളവിടെ ഉള്ള പല പിള്ളേരും. ഞങ്ങൾ പല 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചു പിള്ളേർ വരെ ഈ കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. നമ്മുടെ ഈ ലോക്കൽ ഏരിയാസിലേക്ക് അമോറിയം എന്താണ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മൾ പിന്നെ പള്ളിപ്പറമ്പിൽ അവിടെയൊക്കെ വൈകിട്ട് പോകുമ്പോഴേക്കും പിള്ളേർ കളി കഴിഞ്ഞിട്ട് ഈ കാര്യമൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ പിള്ളേർക്ക് വരെ മനസ്സിലാവുന്നവരെ അമോറിയമിന് എന്തുകൊണ്ട് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷെ പുള്ളി റെഡിയല്ല. പുള്ളിയാണെങ്കിൽ ആ മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യാൻ റെഡിയല്ല. പുള്ളിയുടെ ആ സിസ്റ്റമായിട്ട് തന്നെ പോകുന്നു. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, എനിക്ക് ഏറ്റവും കലിപ്പ് വരുന്നൊരു കാര്യമാണ്, വെൻ ടീം ഈസ് ഇൻ ബാഡ് മൂഡ്, മോശമായിട്ടാണ് ടീം പെർഫോം ചെയ്യുന്ന സിനാരിയോയിൽ ലുക്ക് അറ്റ് ദിസ്, എങ്ങനെയാണ് റൂബൻ അമോറിയം റിയാക്ട് ചെയ്യുന്നത് നോക്കുക. തല താഴ്ത്തി തലയും തിരുമ്മിക്കൊണ്ട് ഹെഡ് മസാജും ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ്, ഒരു ടീം മെന്റലി ഡൗൺ ആയി നിൽക്കുവാണ്, സൈഡിലോട്ട് ഇറങ്ങുക, അവർക്ക് കോച്ചിങ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ടീമിനെ മോട്ടിവേറ്റ് ചെയ്ത്. ഇത് റൂബൻ അമോറിമിനെ കണ്ടാൽ ഉള്ള എനർജിയും കൂടെ പോകും പ്ലേയേഴ്സിന്റെ, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ അവർ കൺസീഡ് ചെയ്ത ഗോൾ നോക്കുക. ഫസ്റ്റ് ഗോളില് മറ്റേ തിയാഗോ എന്ന് പറയുന്ന പ്ലെയർ ബോൾ ഓവർ ദ ടോപ്പ് വരുന്നു. ഹാരി മഗ്വയർ എന്തുകൊണ്ട് അവനെ മാർക്ക് ചെയ്യുന്നില്ല, ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല? എന്ത് ഈസിലിയാണ് പോയി ആ തിയാഗോ ഗോൾ അടിക്കുന്നത്. സെക്കൻഡ് ഗോൾ അതിലും വലിയ കോമഡി, അതും ജസ്റ്റ് ബോൾ ഓവർ ദ ടോപ്പ്. അവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ തിയാഗോ ബോൾ വിൻ ചെയ്യണം. അത്രയും ഫിസിക്കൽ ആയിട്ടുള്ള മാൻ യുണൈറ്റഡ് ബാക്കിൽ എത്ര 4 പ്ലേയേഴ്സ് നിൽക്കുമ്പോൾ തിയാഗോ ബോൾ വിൻ ചെയ്യുന്നു, ആ പ്ലെയറിനെ റിലീസ് ചെയ്യുന്നു. ആ പ്ലെയർ ആ സൈഡിൽ നിന്ന് ഷോട്ട് എടുക്കുകയാണ്. നിങ്ങൾ ആ ഷോട്ട് എടുക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. മാൻ യുണൈറ്റഡിന്റെ 4 പ്ലേയേഴ്സ് ബോക്സിൽ, ഈ തിയാഗോ എന്ന് പറയുന്ന പ്ലെയർ മാത്രമാണ് ബ്രെൻഫോർഡിന്റെ ആ ബോക്സിലോട്ട് റൺ എടുക്കുന്നത്. ആ ഒരു പ്ലെയറിന്റെ റണ്ണ് പോലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ ആ ഗോൾ കീപ്പർ സെൻട്രസൺ സേവ് ചെയ്യുന്നത് നേരെ തിയാഗോന്റെ കാലിലോട്ടായിട്ട് തിയാഗോ ഫിനിഷ് ചെയ്യാണ്. അവിടെ മാൻ യുണൈറ്റഡിന്റെ 4 പ്ലേയേഴ്സ് ഇൻസൈഡ് ദ ബോക്സ്, തിയാഗോ ഓൺലി പ്ലെയർ. സോ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ്, ആ റീബൗണ്ട് വിൻ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി വെറും 25% ആണ് തിയാഗോയ്ക്ക്. ആ 25% പ്രോബബിലിറ്റി വെച്ചാണ് പുള്ളി ആ ബോൾ വിൻ ചെയ്യുകയാണ്. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അഗെയിൻസ്റ്റ് അതാ പറഞ്ഞ ഇത്രയും അഗ്രസീവ്ലി കമ്മിറ്റ് ചെയ്യുന്നു, ജസ്റ്റ് ബോൾ ഓവർ ദ ടോപ്പ് പോവുക, ഈസി. ഞാനിപ്പോൾ പറയുന്നത് നാളെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് യുണൈറ്റഡ് അഗെയിൻസ്റ്റ് കളിച്ചാലും ഈസിലി എക്സ്പോസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ബോൾ ഓവർ ദ ടോപ്പ് അവർ കമ്മിറ്റ് ചെയ്യുമ്പോഴേക്കും ബോൾ വിൻ ചെയ്യുക, ഇൻ ബിഹൈൻഡ് റൺ നടത്തുക, ബോൾ വിൻ ചെയ്യുക, പോയി അടിക്കുക. ആൻഡ് സെൻട്രലി മേ ബി ഒരു 2-3 പ്ലേയേഴ്സിനെ നിർത്തുക. കാരണം സെക്കൻഡ് ബോൾസ് എല്ലാം നമുക്കേ കിട്ടാൻ പോകുന്നുള്ളൂ. കാരണം എന്നാ, മാൻ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡ് ആപ്പാടുള്ളത് ഉഗാർട്ടയാണ്, ബാക്കി എല്ലാം കയറിപ്പോവാണ്. ആൻഡ് കയറിപ്പോകുന്ന പ്ലേയേഴ്സിന് ബോൾ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതുമില്ല. ഭയങ്കര കോമഡിയാണ്. ഒരു ഗോൾ തിരിച്ചടിച്ചു, പിന്നീട് നമ്മൾ കണ്ടു ബ്രൂണോ ഫെർണാണ്ടസിനെ പെനൽറ്റിയും സേവ് ചെയ്യുന്നു, കെല്ലർ എല്ലാം കൂടെ ആയിട്ട് കോമഡി ആയിരുന്നു. അവസാനം 3-1 ഒരു വിക്ടറി നേരിട്ട് ബ്രെൻഫോർഡ് പോയിരിക്കുകയാണ്. ഐ ഡോണ്ട് തിങ്ക് സോ അമോറിയം ഈസ് സർവൈവിങ്. അമോറിയം മാറാനായിട്ട് ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാറാനായിട്ടായിരുന്നു എപ്പോഴേ മാറായിരുന്നു. ആൻഡ് കോബി മൈനോ പോലത്തെ ഒരു പ്ലെയറിനെ ആ ബെഞ്ചിൽ ഇരുത്തുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്ന് ഞാൻ പറയേണ്ടി വരും. കോബി മൈനോ യുവർ ബെസ്റ്റ് ബോൾ പ്ലേയിങ് മിഡ്ഫീൽഡർ ഇൻ ദാറ്റ് സൈഡ്. കോബി മൈനോ റോഡ്രിയെ പോലെ ഒരു DMF ആണ്, ഹോൾഡ് മിഡ്ഫീൽഡർ ആണ്, മറ്റാണെന്നൊന്നും അല്ല പറയുന്നത്. ബട്ട് നിങ്ങളുടെ ടീമിൽ ഏറ്റവും ബോൾ കീപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയർ കോബി മൈനോ ആണ്. കോബി മൈനോനെ പുള്ളി ബെഞ്ച് ചെയ്യുകയാണ്. അതാണ് വേറെ ഏത് ടീമിലാണെങ്കിലും കോബി മൈനോ അറ്റ്ലീസ്റ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ മതി. ലോകത്തെ ഏത് ടീമിലും പുള്ളി ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടർ എന്നല്ല പറയുന്നത്. ബട്ട് മാൻ യുണൈറ്റഡിൽ കിട്ടുന്നതിനേക്കാളും ബെറ്റർ ട്രീറ്റ്മെന്റ് കോബി മൈനോയ്ക്ക് കിട്ടും. മാൻ യുണൈറ്റഡ് നല്ല ടീമാണോ? അല്ല. മാൻ യുണൈറ്റഡ് ലീഗിലെ ടോപ്പ് 10 സ്ക്വാഡ് പോലും അല്ല, ടോപ്പ് 10 ടീം പോലും അല്ല. അവർ 14th ആണ് ഇപ്പം. ഓക്കെ, പ്രീമിയർ ലീഗിലെ ടോപ്പ് 6 സൈഡുകളിൽ ഇപ്പൊ സിറ്റിയിലോ ലിവർപൂളിലോ ആണ് കോബി മൈനോ ഉണ്ടായിരുന്നെങ്കിൽ യുണൈറ്റഡിൽ കിട്ടുന്നതിനേക്കാളും ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടിയാൽ അണ്ടർ അമോറിയം കിട്ടുന്നതിനേക്കാൾ ഞാൻ ഉള്ള പറയാം. കോബി മൈനോനെ യൂട്ടിലൈസ് ചെയ്യുന്ന അമോറിയം അതൊന്നും ഇനി പേഴ്സണൽ ഇഷ്യൂ വല്ലതും ഉണ്ടോ, അതോ പിച്ചിൽ ഇറങ്ങിയിട്ട് കോബി മൈനോ ഓൾവേസ് ലുക്സ് ഗുഡ്, പുള്ളിക്ക് മിനിറ്റ്സ് കിട്ടുമ്പോൾ ഓൾവേസ് ലുക്സ് ഗുഡ്. പക്ഷെ അടുത്ത മാച്ചിലും ബെഞ്ചിലാണ്. സോ അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത മാച്ച് ഒന്ന് ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ഇന്നലെ ചെൽസിയും നല്ല രീതിയിൽ തോറ്റിട്ടുണ്ട്. സോ ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ചെൽസി ഇന്നലെ 3-1 ബ്രൈറ്റണിനോട് തോറ്റത്.
വീണ്ടും റെഡ് കാർഡ് സിറ്റുവേഷൻസ് തന്നെയാണ് ചെൽസിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഒന്നും പറയാനില്ല. സോ ചെൽസിയിലോട്ട് വരുമ്പോഴേക്കും ഇന്നലെ ചെൽസി എൻസോ ഫെർണാണ്ടസിന്റെ ഗോളിലൂടെ ലീഡ് എടുത്തു. കോൾ പാൾമർ ഇല്ലാനായിട്ട് തന്നെ എൻസോ ഫെർണാണ്ടസ് ആണ് നമ്പർ 10 റോളിൽ കളിച്ച സാന്റോസ് DMF ആയിട്ട് പിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ ഈ ഒരു മാച്ചിൽ ഇപ്പൊ ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ചെൽസിയുടെ തന്നെ ഡൗൺഫോളിന് കാരണമാണ് ചെൽസി തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ചെൽസിയുടെ പ്ലേയേഴ്സ് ഇപ്പൊ ഈ സീസണിൽ 8 ഗോൾസ് ആണ് ചെൽസി കൺസീഡ് ചെയ്തത്. അതിൽ 6ഉം ചെൽസിയുടെ പ്ലേയേഴ്സ് കമ്മിറ്റ് ചെയ്ത എറേഴ്സ് കാരണം ഗോളിലോട്ട്, അതായത് എറേഴ്സ് ലീഡിങ് ടു ഗോളിൽ 6 8 6 അതാണ്. സോ ചെൽസിയുടെ തന്നെ പ്ലേയേഴ്സ് എറേഴ്സ് കമ്മിറ്റ് ചെയ്യുകയാണ്, ടാക്ടിക്കൽ ഇഷ്യൂ ആൻഡ് ഗോളുകൾ പോയി എന്താ പറയുക ഒപ്പോണൻസ് അടിക്കുകയാണ്. സോ ഇൻഡിവിജ്വലി ധാരാളം ഇഷ്യൂസ് ഈ ചെൽസി ടീമിനാണ്. ഞാൻ സീസൺ സ്റ്റാർട്ടിലും അതാണ് പല ഡിസ്കഷനിലും പറഞ്ഞത്, ചലവോ ടോസിൻ ഇവരൊന്നും മോശമാണെന്നല്ല, ബട്ട് ഇഫ് യു ആർ പുഷിങ് ഫോർ ദ ടോപ്പ് 4 അല്ലെ ടൈറ്റിലിന് വേണ്ടി പുഷ് ചെയ്യുന്ന ഒരു സൈഡ് ആണെങ്കിൽ ടോസിനും ചലവോയും പോലത്തെ പ്ലേയേഴ്സ് ഷുഡിൻ ബി യുവർ സ്റ്റാർട്ടിങ് CB. സോ അത് തന്നെ ഇപ്പൊ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചലവോ കഴിഞ്ഞ കുറെ മാച്ചുകളായിട്ട് ഇപ്പൊ മിസ്റ്റേക്സ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ മിഡ് വീക്കിൽ നടന്ന കറബോ കപ്പ് മാച്ചിലും ചലവോയുടെ മിസ്റ്റേക്കിലാണ് ലിങ്കൺ എന്ന് പറയുന്ന ക്ലബ്ബല്ല അവർ ഗോൾ സ്കോർ ചെയ്ത്. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ചലബയുടെ റെഡ് കാർഡിന് ശേഷമാണ് ബ്രൈറ്റൺ തിരിച്ച് കളിയിലോട്ട് വന്നത്. സോ ബ്രൈറ്റൺ ഈ സീസണിൽ അധികം നല്ലതൊന്നുമില്ല. അവർ സിറ്റിയിലെ തോപ്പിച്ചു, ടോട്ടനാമിനെ വെച്ച് ഡ്രോ അടിച്ചു, പക്ഷെ ബാക്കി എല്ലാ മാച്ചുകളിലും അവർ മോശം പെർഫോമൻസ് ആയിരുന്നു. ലീഗിൽ ടോപ്പ് 10 പോലും ഇല്ലായിരുന്നു. ഈ മാച്ചിലോട്ട് വരും, സീസൺ 5 മാച്ചേ കഴിഞ്ഞിട്ടുള്ളായിരുന്നു, 6ാമത്തെ മാച്ചാണ്. പക്ഷെ എന്നാലും സോ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ ചെൽസി കളിച്ചു, ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് ആ റെഡ് കാർഡ് വന്നതിന് ശേഷം പതുക്കെ ഗെയിമിലോട്ട് തിരിച്ച് അവർ പിന്നെ വെൽ ബാക്കിലൂടെ ഈക്വലൈസർ സ്കോർ ചെയ്യുന്നു. പിന്നീട് ഡിക്യൂപ്പർ ആണെന്ന് തോന്നുന്നു 90+ മിനിറ്റ്സിൽ വിന്നർ സ്കോർ ചെയ്യുന്നു. പിന്നീട് 90+10 ഒരു ഗോൾ വേണം വെൽ ബാക്ക് സ്കോർ ചെയ്ത് 3-1 ഒരു വിക്ടറി ആയിട്ട് പോവാണ്. ആൻഡ് ബ്രൈറ്റൺ അഗെയിൻസ്റ്റ് ഓൾവേസ് ചെൽസി സ്ട്രഗിൾസ്. ആൻഡ് ഈവൻ ഹോമിലാണ് പോലും ഇപ്പം ബ്രൈറ്റൺ പ്ലേയേഴ്സിനെ പോയി വാങ്ങിക്കുക, ബ്രൈറ്റൺ സ്റ്റാഫിനെ പോയി വാങ്ങിക്കുക, ബ്രൈറ്റൺ അങ്ങോട്ട് പൈസ കൊടുക്കുക, മെയിൻ താരങ്ങളെല്ലാം കൊണ്ടുവരിക, തൊട്ടടുത്ത സീസൺ ബ്രൈറ്റനോട് പോയി തോക്കുക, വീണ്ടും ആ ഒരു പോളിസി റിപ്പീറ്റ് ചെയ്യുന്നു. സോ ബ്രൈറ്റൺ ബി ഓക്കെ നമ്മുടെ ഇന്ന് പ്ലേയേഴ്സിനെ ഒരു വാങ്ങുന്നുണ്ട്, പൈസയും കിട്ടുന്നുണ്ട്, നമുക്ക് 3 പോയിന്റ്സും ചെൽസി തരുന്നുണ്ട്, ഓക്കെ വി ആർ ഹാപ്പി എന്നുള്ള രീതിയിലായിരിക്കും ബ്രൈറ്റൺ നിൽക്കുക. സോ മിക്കവാറും എൻസോ മരസ്ക ഐ തിങ്ക് ഹി വോണ്ട് ബി സാഡ്, പക്ഷെ പുള്ളി ഒന്ന് നോക്കി നിൽക്കുന്നത് നല്ലതായിരിക്കും. കാരണം എൻസോ മരസ്കയുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും എസ്പെഷ്യലി ആ 10 പേരായതിനു ശേഷമുള്ള പുള്ളിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് പത്തറ്റിക്. പുള്ളി വീണ്ടും അറ്റാക്കേഴ്സിനെ മാറ്റി ഡിഫൻഡേഴ്സിനെ ഇറക്കുന്നു. ഓക്കെ ഒരു ഡിഫൻഡറിനെ ഇറക്കണമെങ്കിൽ ഒരു അറ്റാക്കറിനെ മാറ്റാം, മനസ്സിലാക്കാം. പക്ഷേ ഇത് എല്ലാ അറ്റാക്കേഴ്സിനെയും മാറ്റുക, ഐ ഡോണ്ട് നോ. ചെൽസി അത്യാവശ്യം അറ്റാക്കേഴ്സ് വേണ്ട, അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഡിഫൻസ്. ഈവൻ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഇല്ല എന്നുള്ള സിനാരിയോ ആണെങ്കിലും. സോ എൻസോ മരസ്ക കുറച്ച് ക്ലൂലെസ് ആവുന്ന പോലെ തോന്നുന്നുണ്ട്, എസ്പെഷ്യലി 10 പേരായി ചെൽസി ആവുന്നതിന് ശേഷം. പിന്നെ പുള്ളിയുടെ ചില സമയത്തുള്ള ഇപ്പൊ എൻസോന്റെ ഒക്കെ പൊസിഷനിങ്, ഇപ്പം നമ്പർ 10 റോളും സ്റ്റാർട്ട് ചെയ്യുന്നു. ചില മാച്ചുകളിൽ പുള്ളിനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കളിപ്പിക്കുന്നു, ഡീപ്പിൽ യൂസ് ചെയ്യാതിരിക്കുന്നു. സോ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ട് എൻസോ മരസ്കയോട്. സോ കീപ്പ് ആൻ ഐ ഓൺ എൻസോ മരസ്ക. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈസി ആയിരിക്കത്തില്ല എൻസോ മരസ്കയുടെ കാര്യം. ഐ തിങ്ക് ടോഡ് ബോളി ഒരു ആക്ഷൻ എടുത്തെന്ന് വരാം. അവിടെ നമ്മൾ നേരെ മറ്റൊരു മാച്ച് ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി 5-1 ബേൺലിനെ തോപ്പിച്ചു വിടുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി എർലിംഗ് ഹാലൻഡ് വീണ്ടും ഡബിൾ സ്കോർ ചെയ്തു. കൂടാതെ 2 ഓൺ ഗോളിലൂടെയാണ് സിറ്റി ലീഡ് എടുക്കുന്നത്. ഓക്കെ, എനിക്ക് പ്രീമിയർ ലീഗ് ഹിസ്റ്ററി ഫസ്റ്റ് ടൈം തന്നെ അതൊന്നും ആ സെയിം പ്ലെയർ നെസ്താവോ എന്താണോ ആ പ്ലെയറിന്റെ പേര്, ആ 2 ഓൺ ഗോൾ ഒരു മാച്ചിൽ തന്നെ അടിക്കുന്നത്, 2 ഓൺ ഗോൾ. സോ സിറ്റി ഫസ്റ്റ് ഹാഫിൽ ആ ഓൺ ഗോളിലൂടെ ലീഡ് എടുത്തു. പിന്നീട് അവർ ഈക്വലൈസർ സ്കോർ ചെയ്തു, 1-1 ആയിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ പോയത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ആ ഓൺ ഗോളിലൂടെയാണ് ലീഡ് എടുക്കുന്നത്. പിന്നീടാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സിറ്റി 3 കൂടെ അടിച്ച് 5-1 ഒരു വിക്ടറി ആയിട്ട് ഈ മാച്ചിൽ നിന്ന് പോകുന്നത്. സോ സിറ്റിയുടെ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. ഇന്നലെ നിക്കോ ഗോൺസാലസിനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ നിക്കോ ഗോൺസാലസ് ഇപ്പൊ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ മാച്ചിൽ ആൾ 10 ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് എടുത്തു. ആള് 100% ഗ്രൗണ്ട് ഡ്യൂവൽസും വിൻ ചെയ്തു, 100% ഏരിയൽ ഡ്യൂവൽസും വിൻ ചെയ്തു, 10 പാസസ് ഇൻ ടു ദ ഫൈനൽ തേർഡ്. സോ മേ ബി റോഡ്രീനെ ഇങ്ങനത്തെ ഇപ്പം സിറ്റി നമുക്കറിയാം ടോപ്പ് ടീമുകൾക്ക് അഗേൻസ്റ്റ് വരും ലീഗിൽ. മേ ബി ഒരു 7-8 ടീമുകളുണ്ട് റിയലി ഹൈ ഇന്റൻസിറ്റി മാച്ചുകൾ പ്രൊവൈഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ടീമുകൾ. ബാക്കി എല്ലാ മാച്ചുകളിലും മേ ബി ഈവൻ റോഡ്രീനെ ബെഞ്ച് ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനത്തെ ബേൺലി മാച്ചുകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനത്തെ പെർഫോമൻസ് കൊടുക്കാൻ സാധിക്കുമെന്ന് നിക്കോ ഗോൺസാലസിന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഐ തിങ്ക് ദാറ്റ്സ് എ ഹ്യൂജ് റിലീഫ് ഫോർ ബോത്ത് റോഡ്രി ആൻഡ് പെപ് ഗോർഡിയോള അല്ലേ. അത്യാവശ്യം റൊട്ടേഷൻ നടത്താനായിട്ട് റിയലി ഹെൽപ്ഫുൾ ആണ് റോഡ്രിനെ ഫിറ്റ് ആക്കി നിർത്താനായിട്ട്. അതുപോലെ തന്നെ എർലിംഗ് ഹാലൻഡ് ഇന്നലെയും ഡബിൾ സ്കോർ ചെയ്തു. എർലിംഗ് ഹാലൻഡ് ടോപ്പ് ഫോമിലാണ് ആൻഡ് ഫോർഡനും തിരിച്ച് ഫോം കണ്ടെത്തുന്നത് ഗ്രേറ്റ് ന്യൂസ് ഫോർ സിറ്റിയാണ്. പക്ഷേ ഈ സീസണിലെ ഇപ്പൊ ലാസ്റ്റ് മാച്ചുകളിലെല്ലാം സിറ്റി ഇങ്ങനെ ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയറിൽ ഒരാൾ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഡോക്കുവിന്റെ പേര് പറയും. ഡോക്കു മാർവലസ്. ആ ടീമിലെ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലെയർ ആയിട്ട് തോന്നുന്നു ഇപ്പം ഡോക്കുവാണ്. ഡോക്കുവിനെ എന്ന ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി, അതാണ് ഗെയിം ചേഞ്ചർ. ഓക്കെ, സോ ലെറ്റ്സ് ഹോപ്പ് ഡോക്കു ഈ ഒരു ഫോം കണ്ടിന്യൂ. ഈ സീസൺ മേ ബി ഡോക്കുവിന്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നിരിക്കാം. ഈ സീസൺ പെർഫോം ചെയ്തില്ലേ മേ ബി ദേ മൈറ്റ് ഹാവ് മൂവ്ഡ് ഓൺ ഫ്രം ഡോക്കു. പക്ഷേ ഹീസ് പെർഫോമിംഗ് നൗ
ലെറ്റ്സ് ഹോപ്പ് പുള്ളി ആ ഒരു റഹീം സ്റ്റെർലിംഗ് ആയി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. സോ അത്രേ ഇപ്പം പറയാനായിട്ടുള്ളൂ. ഗ്രേറ്റ് പെർഫോമൻസ് ആൻഡ് സിറ്റി 5-1 ഒരു വിക്ടറി നേടി. സിറ്റി ചെറിയൊരു മൊമെന്റം ഗെയിൻ ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്. അവിടുന്ന് മറ്റൊരു കാര്യം പറയേണ്ടത്, ഇന്നലെ ടോട്ടൻഹാം ഹോട്ട്സ്പർ വൂൾസിനെ അഗേൻസ്റ്റ് 1-1 സമനില പിടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയേണ്ട ഒരു പലീന 90+4th മിനിറ്റിലാണ് ആ ഒരു ഈക്വലൈസിംഗ് ഗോൾ സ്കോർ ചെയ്തത്. വൂൾസ് ലീഗിൽ 20ാം സ്ഥാനത്ത് നിൽക്കുന്ന സൈഡാണ്. ഈ സീസണിലെ ഏറ്റവും മോശം ടീമാണ് പ്രീമിയർ ലീഗിലെ. ആൻഡ് ടോട്ടൻഹാമിന്റെ ഹോം മാച്ചുകൾ നിങ്ങൾ സ്റ്റാറ്റ്സ് നോക്കാനായിട്ടാണെങ്കിൽ വൂൾസ് ക്രിയേറ്റഡ് മോർ XG. ആൻഡ് അപ്പുറത്ത് ബെർഗ്വാളും ഷാവി സിമൻസും ഒക്കെ പോലത്തെ ക്രിയേറ്റീവ് പ്ലേയേഴ്സ് പിച്ചിൽ ഉണ്ടായിട്ടും വൂൾസ് പോലത്തെ സൈഡിന് എഗെയിൻസ്റ്റ് ടോട്ടൻഹാം വെർ സ്ട്രഗ്ലിംഗ് ടു ക്രിയേറ്റ് ചാൻസസ്. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പലീനയുടെ ആ ഗോൾ വന്നില്ലായിരുന്നെങ്കിൽ കൂടുതൽ മോശമായാണ്. ശരിയാണ്, ടോട്ടൻഹാം ഇപ്പൊ 3rd ഇൻ ദ ലീഗ് ഉണ്ട്. ഈ സീസണിൽ ഒരു മാച്ചിൽ മാത്രമാണ് ബോർണ്മത്തിനോട് തോറ്റു. 3 വിജയം 1 തോൽവി 2 സമനില. മോശം സ്റ്റാർട്ടൊന്നുമല്ല. 3rd ഇൻ ദ ലീഗും ഉണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഉദ്ദേശിച്ച അത്രയും ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെയർ ആർ സം ഇഷ്യൂസ് ഇൻ ടോട്ടൻഹാം ഹോട്ട്സ്പർ എന്നുള്ളത് ക്ലിയർലി വിസിബിൾ ആണ്. മേ ബി അവിടെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് ആർക്ക്, തോമസ് ഫ്രാങ്കിനെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ഇതൊക്കെയാണ് ജസ്റ്റ് ഓവറോൾ പറയാനായിട്ട് വന്നത് ഈ മാച്ചിനെ കുറിച്ച്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.